നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണി എന്ന സംവിധാനം വളരെ വൈകാതെ തന്നെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിലേക്ക്, അതായത് UPA സംവിധാനത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് AICC നേതൃത്വം ആലോചിക്കുന്നത്. ദേശീയ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ UPA സംവിധാനം തിരികെ വരുമ്പോൾ, ആ മുന്നണി സംവിധാനം കൃത്യമായി ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രമാണ് NDAക്കെതിരെ, അതായത് BJP നടത്തുന്ന വർഗീയ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ ഒത്തൊരുമിച്ച് പോരാട്ടത്തിന് പാർട്ടികളെ സംജാതമാക്കാൻ കഴിയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന സംവിധാനം അധികാരത്തിൽ വരും എന്ന് കരുതിയല്ല മത്സരിച്ചത്. എന്നാൽ അധികാരത്തിനടുത്തേക്കുള്ള സീറ്റ് നിലയിലേക്ക് എത്താനും BJPയുടെ സ്വപ്ന പദ്ധതികളെയെല്ലാം തകിടം മറിക്കാനും ഇന്ത്യ മുന്നണിയെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമൊന്നും അല്ല. ഈ രാജ്യത്ത് പണം കൃത്യമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യത്തിൽ, അത് കോർപ്പറേറ്റ് അഴിമതിയിലൂടെ ആയിരുന്നാലും ഏത് രീതിയിലും ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കുന്ന കാര്യത്തിലാണ് BJPക്ക് അടി കിട്ടിയിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPക്ക് ആദ്യം പൊള്ളലേറ്റു. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പ്രത്യേകമായും കേന്ദ്രം വിവാദ നിയമങ്ങൾ പലതും പാസ്സാക്കിയെടുത്ത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താമെന്ന് കരുതുകയാണ്. അവിടെയാണ് ഇന്ത്യ മുന്നണി സംവിധാനത്തെ വീണ്ടും UPA സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഘടകകക്ഷികൾ തന്നെ മുൻകൈ എടുക്കുന്നത്. ഉദ്ധവ് താക്കറെ വിഭാഗമായിരുന്നാലും, ശരത് പവാർ വിഭാഗമായിരുന്നാലും, സ്റ്റാലിനായിരുന്നാലും, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് തുടങ്ങിയവരായിരുന്നാലും ഈ സംവിധാനത്തോട് യോജിച്ച് നിൽക്കുകയാണ്. മമത മാത്രമാണ് വ്യക്തമായൊരു തീരുമാനമെടുക്കാത്തത്. എന്നാൽ UPA സംവിധാനം തിരികെ വന്നാൽ അതിൽ കക്ഷി ചേരാൻ താല്പര്യപ്പെട്ട് 2 പാർട്ടികൾ കൂടി രംഗത്ത് വരുന്നു. പഞ്ചാബിലെ ഇപ്പോഴത്തെ ശിരോമണി അകാലിദളും അതുപോലെ ഒഡീഷയിലെ BJD. നിലവിൽ നമുക്കറിയാം, ഒഡീഷയിൽ അവിടെ മോഹൻ ചരൺ മാഞ്ചി അധികാരത്തിലേറിയിട്ട് 1 വർഷമാകുന്നതിന് മുമ്പ് തന്നെ അരാജകത്വ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. BJPയുടെ ഏകാധിപത്യ നടപടികളെ തകർത്തെറിയാൻ കോൺഗ്രസ് MLAമാർ തെരുവിലേക്ക് പോരാട്ടം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാനോ ക്രിയാത്മക പ്രതിപക്ഷമാകാനോ ഇപ്പോഴത്തെ BJDയെ കൊണ്ടാവതില്ല. അതുകൊണ്ട് തന്നെ ഒരു സഖ്യ നീക്കത്തിലേക്ക് പോകാനാണ് BJD തീരുമാനിക്കുന്നത്. കോൺഗ്രസ് BJD സഖ്യം ഇനിയുള്ള വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ലോക്സഭയിലും മത്സരിക്കും എന്നേറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ഏകദേശ മോഡലിലേക്കാണ് പഞ്ചാബ് രാഷ്ട്രീയവും നീങ്ങുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ 2027 കഴിയും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. നമുക്കറിയാം, കൃത്യം 2 കൊല്ലത്തിനകം തന്നെ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കാൻ പോവുകയാണ്. 2022 കോൺഗ്രസ് നേതൃത്വത്തെ തകർത്തുകൊണ്ട് ആം ആദ്മി അധികാരത്തിൽ വന്നെങ്കിലും ഇപ്പോൾ ആം ആദ്മി വളരെ ദുർബലമാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിരവധിയായ അഴിമതി ആരോപണം നേരിടുകയും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്നുള്ളത് പാർട്ടി ഘടകം തന്നെ കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ ആകപ്പാടെ ആടി ഉലഞ്ഞിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി.